ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. മെസ്സിയുടെ മാജിക് ഒരിക്കൽ കൂടി കണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തിയപ്പോൾ 3 ഗോളുകളും നേടിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സിയാണ്. മെസ്സി തന്നെയാണ് നിറഞ്ഞു കളിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിൽ ചില അർജന്റീൻ താരങ്ങളെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള 2 താരങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ്. ഒരാൾ റോഡ്രിഗോ ഡി പോൾ ആണ്. വേൾഡ് കപ്പിന് മുന്നേ ഡി പോളിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അതായത് ഡി പോൾ സമീപകാലത്ത് അത്ര മികവ് പുലർത്തുന്നില്ല, അതുകൊണ്ട് തന്നെ ഡി പോളിനെ കളിപ്പിക്കണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സംശയിച്ചവരുടെ വായടക്കുന്ന ഒരു പ്രകടനമാണ് ഡി പോൾ ഇന്നത്തെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. മെസ്സിക്ക് നൽകിയ ആ അസിസ്റ്റൊക്കെ അത് വേൾഡ് ക്ലാസ് അസിസ്റ്റ് ആയിരുന്നു. 4 താരങ്ങൾക്കിടയിലൂടെയാണ് ആ പാസ് മെസ്സിയിലേക്ക് ഡി പോൾ നൽകുന്നത്. സാധാരണ മെസ്സിയിൽ നിന്നാണ് അത്തരത്തിലുള്ള പാസുകൾ നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള ഒരു പാസ് മെസ്സിയിലേക്ക് നൽകാൻ ഡി പോളിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഡി പോളിന്റെ പ്രകടനം ഇങ്ങനെയാണ്: ഒരു അസിസ്റ്റ്, ഒരു കീ പാസ്, 68 ടച്ചുകൾ, 23 ക്യാരീസ്, 7 റിക്കവറികൾ, 6 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ്, 5 ഡുവൽസ് ഓൺ, 2 ടാക്കിളുകൾ, 100% ഡ്രിബിൾസ്. ഇങ്ങനെയാണ് ഡി പോളിന്റെ പ്രകടനം. അതായത് മുന്നേറ്റത്തെയും ഡിഫൻസിനെയും ഒരുപോലെ സഹായിക്കാൻ റോഡ്രിഗോ ഡി പോളിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു താരം അത് ഫക്കുണ്ടോ മെഡീനയാണ്. അതായത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ സ്കലോണി ഉപയോഗപ്പെടുത്തിയ താരമാണ് മെഡീന. അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അൾജീരിയൻ സൂപ്പർ താരമായ ഹാജ് മൂസയെ പിടിച്ചു കെട്ടാൻ ആ വിങ്ങിൽ ഈ താരത്തിന് ഫക്കുണ്ടോ മെഡീനക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 32 പാസുകളിൽ 31 പാസുകളും അക്യുറേറ്റ് പാസുകളായിരുന്നു. 5 ഡുവലുകളിൽ 4 ഡുവലുകളും വിജയിക്കാൻ മെഡീനക്ക് കഴിഞ്ഞു. 4 സക്സസ്ഫുൾ ഡിഫൻസീവ് ആക്ഷനുകൾ, 3 റിക്കവറികൾ, ഒരൊറ്റ ഫൗൾ മാത്രമാണ് കമ്മിറ്റ് ചെയ്തത്. അങ്ങനെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അസാധാരണമായ പ്രകടനം പുറത്തെടുക്കാൻ മെഡീനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ടാഗ്ലിയാഫിക്കയുടെ പകരമായി കൊണ്ടാണ് മെഡീന കളിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള അർജന്റീൻ താരങ്ങളും നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഡി പോളും മെഡീനയും അസാധാരണമായ ഒരു പ്രകടനം തന്നെയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.